മംഗളവാർത്തക്കാലം 1-ാം ശനി. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. കലപ്പയിൽ കൈവച്ച ശേഷം പിന്തിരിഞ്ഞു നോക്കുന്നവർ. ജീവിതം ഒരു വിളിയാണ്. അതിൽ പല ബന്ധങ്ങളുമുണ്ട്. ജന്മം നൽകിയ മാതാപിതാക്കൾ, കൂടെ കൂടിയ ധർമ്മപത്നി, ജനിപ്പിച്ച മക്കൾ, ഇവരോടൊക്കെ തീർച്ചയായും കടപ്പാട് വേണം. പക്ഷെ ആത്മാവാണ് ശരീരത്തിന് ജീവൻ നൽകുന്നത്. ആത്മാവിന്റെ കാര്യത്തിൽ ദൈവം മാത്രമാണ് അവകാശി. അങ്ങനെ ഒരു വിളിയും നമുക്കുണ്ട്. ഭൗതികമായ നേട്ടങ്ങളൊന്നും, ആടുമാടുകളോ തൊഴിലോ സമ്പത്തോ മാതാപിതാക്കളോ ഒന്നും തന്നെ ഈ രണ്ടാമത്തെ വിളിയിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ പാടില്ല. പിന്തിരിഞ്ഞു നോട്ടം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും. അത് ആത്മനാശത്തിന് കാരണമാകും. ലോത്തിന്റെ ഭാര്യയുടെ പിന്തിരിഞ്ഞു നോട്ടം ഒരു ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യനെ പിടിക്കാൻ വന്ന പത്രോസ് അതിൽ നിന്നും പിന്തിരിഞ്ഞ് വീണ്ടും മീൻ പിടിക്കാൻ പോയതും കലപ്പയിൽ കൈവച്ച് പിന്തിരിഞ്ഞതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അന്ന് മറ്റു ചില ശിഷ്യരും അവനെ പിൻചെല്ലുന്നത് ചഞ്ചലചിത്തരായവരെ വഴിതെറ്റിക്കാൻ നമ്മുടെ പിന്തിരിഞ്ഞു നോട്ടം കാരണമാകും എന്നതിന്റെ തെളിവാണ്. രത്നം ഒളിഞ്ഞു കിടക്കുന്ന വയൽ സ്വർഗരാജ്യമാണ്. അതിലെ രത്നം യേശുവാണ്. എല്ലാം വിറ്റ് വയൽ വാങ്ങുന്നവൻ ഭാഗ്യവാൻ. യേശു ഈ ലോകത്തിൻ്റെതല്ല. അവനെ പിൻചെന്നാൽ ലോകത്തിന്റെ യാതൊരു സുരക്ഷിതത്വം ലഭിക്കണമെന്നുമില്ല. പാമ്പുകൾക്ക് മാളവും പക്ഷികൾക്ക് കൂടെങ്കിലുമുണ്ട്. അതുപോലും ഉറപ്പില്ലാത്തവരെ പിന്തുടരുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ഈ ലോകത്തിലല്ല, പരലോകത്തിലാണ്.